ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇതാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടൻ്റെ റെസിപ്പിയും പിന്നെ കബോർഡ് വൃത്തിയാക്കലും പിന്നെ ചെടി നന്നാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നത്തെ പോലെ വീഡിയോ കണ്ടു നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ കുറച്ച് നേരം വൈകിട്ട് തന്നെയാണ് കേട്ടോ നീറ്റത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇലയുടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശർക്കരയൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് തേങ്ങയും ശർക്കരയും ഏലക്കായും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു മാവ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാ കുഴച്ചിട്ടല്ലേ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കല്ലേ, ആ ഒരു രീതിയിലല്ല കേട്ടോ. ദോശമാവിൻ്റെ പോലെ ബാറ്റർ റെഡിയാക്കിയിട്ട് അങ്ങനെയാണ് ഈ ഒരു അട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അതൊരു 1.5 കപ്പും 2-3 ടേബിൾ സ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നല്ല ലൂസിലുള്ളൊരു ബാറ്റർ അല്ല കേട്ടോ വേണ്ടത്. ഇത് ഇലയിൽ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒഴുകി പോകരുത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് ഇതാ ഓരോ ഇല എടുത്തിട്ട് നമ്മൾ ദോശമാവൊക്കെ പരത്തിയെടുക്കൂലേ, ആ ഒരു രീതിയിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. പിന്നെ ഇതിൻ്റെ ഫില്ലിങ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. പഴം ഇട്ടിട്ടും പിന്നെ ശർക്കര ഉരുക്കിയിട്ട് തേങ്ങ അതിലിട്ട് മിക്സാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിതൊരു എളുപ്പത്തിന് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ. ഇനി ഇത് കുറച്ച് നേരം ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കുഴയ്ക്കാനും പരത്താനൊന്നും നിൽക്കണ്ട, നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിന് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇലയുടെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മളെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയിലാണ് കിച്ചണിൽ നിന്ന് ചെറുതായിട്ടൊരു കരിഞ്ഞ മണം വരാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പം നമ്മളെ സ്റ്റീമറിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇങ്ങനെ ആവാൻ ഞാൻ തന്നെയാണ് കേട്ടോ കാരണം. 2 അടം കൂടെ ബാക്കി ഉണ്ടായിനി. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഞാൻ ഓണാക്കിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അത് ഓണാക്കി വെച്ചതേ ഞാൻ മറന്നുപോയി കേട്ടോ. കരിഞ്ഞ സ്മെല്ല് വന്നപ്പോഴാണ് മനസ്സിലായത് ആകെ കയ്യിൽ നിന്ന് പോയിക്കണെന്നുള്ളത്. അപ്പോൾ ഏതായാലും എൻ്റെ പാത്രം നന്നായിട്ട് കേടുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടായിനി. ഞാനിത് എങ്ങനെയൊക്കെ കഴുകിയിട്ടും നന്നായിട്ടില്ല, കളയാന്നല്ലാതെ വേറെ നിവൃത്തില്ലേനി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ മറവി കാരണം കിച്ചണിൽ ഇതുപോലെയൊക്കെ സംഭവിക്കലുണ്ടോ? ഉണ്ടോ ഇല്ലയെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതാ ക്ലീനിങ് ആണ് കേട്ടോ. അതിൻ്റെ മുന്നേ മോൻ്റെ ടോയ്സ് എടുത്ത് വെക്കലാണ് ഏറ്റവും വലിയ പണി. സോഫ മുതൽ താഴെ കണ്ടില്ലേ മൊത്തത്തിൽ വലിച്ചു വാരിയിട്ടിട്ട് ഓന് പോയിക്കണം കേട്ടോ. ഇത് ഞാൻ നന്നാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതുപോലെ തന്നെ ആക്കിയിടും. പിന്നെ ഓന് കളിക്കുന്ന ടൈമല്ലേ, അപ്പം കളിച്ചോട്ടെ എന്ന് ഞാനും വിചാരിക്കും. ഇടയ്ക്കൊരു തോന്നലിനെ എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കും ചെയ്യും കേട്ടോ. ഞാനെല്ലാം ക്ലീൻ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഉച്ചക്ക് ഇതാ കണ്ണ് വെച്ച പത്തിരിയും ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇന്ന് ചോറുണ്ടാക്കിയിട്ടില്ല. ഇങ്ങനത്തെ ആകുമ്പോൾ മക്കൾക്കും ഇഷ്ടമാണ്. ചോറാവുമ്പോൾ ബാക്കി അവിടെ ഇങ്ങനെ കിടക്കും. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നത്തെ ഏതൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിനി, അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടെ ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ച് ഇനി ഇതാ വാഷ് ചെയ്തതൊക്കെ ഒന്ന് മടക്കി വെക്കണം. പിന്നെ മോൻ്റെ കബോർഡ് മൊത്തത്തിൽ വാരി വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വൃത്തിയാക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ആണ് ഇട്ടുള്ളത്. കബോർഡിൻ്റെ ഉള്ളിൽ സാധനം എങ്ങനെ വൃത്തിയിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും കേട്ടോ. നമ്മൾ മാത്രം എടുക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും കേടുവരില്ല, നമ്മൾ വെച്ച പോലെ തന്നെ ഉണ്ടാവുമല്ലോ. ഇത് മക്കൾ മോൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങനെ താഴെ വീകും.
ഇപ്പം പിന്നെ വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സും പിന്നെ എവിടെയും പോകാനുള്ള ഡ്രസ്സൊക്കെ ഓനക്ക് തന്നെ സ്വന്തമായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അറിയാലോ എന്താവും ആ ഒരു കബോർഡിൻ്റെ അവസ്ഥ. ഇത് സോയിൻ്റെ സ്പൈഡർമാൻ ഡ്രസ്സാണ് കേട്ടോ. സ്പൈഡർമാനൊക്കെ പിന്നെ ആൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാവുമല്ലോ. ഇതിൻ്റെ ഇക്കാക്ക നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ സോയിൻ്റെ വിചാരം ഓന് ശരിക്കും സ്പൈഡർമാൻ ആണെന്നുള്ളതാണ്. അങ്ങനെ ഓടിച്ചാടി നടക്കും. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോന്നൊക്കെ വാങ്ങിയതാണ് കേട്ടോ. ഈ ഒരു ഓർഗനൈസർ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ മക്കളെ ചെറിയ ചെറിയ ഡ്രസ്സും സോക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ നല്ലതാണ്. പിന്നെ ഇത് കബോർഡിൽ വെച്ചാൽ നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ ഞാനിത് വാങ്ങിയത് മുതൽ ഇതിൽ തന്നെയാണ് കേട്ടോ സോയിൻ്റെ ഡ്രസ്സും സോക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കൽ. സോക്സൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കാണാണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇതിൽ രണ്ടും കൂടെ ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും എളുപ്പമാണ്, പിന്നെ കാണാണ്ടാവുന്ന പ്രശ്നമില്ല. ഇത് ട്രെൻഡിയോള്, ഷീന്, തെമു അതിലൊക്കെ ഉണ്ട് കേട്ടോ. പ്രൈസ് നല്ല കുറവുമാണ്. ഡ്രസ്സൊക്കെ ഇതുപോലെ റോൾ ചെയ്തിട്ടാണ് കബോർഡിൻ്റെ ഉള്ളിൽ വെക്കുന്നത് വെച്ചാൽ ഒരുപാട് സ്ഥലം ഉണ്ടാവും കേട്ടോ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ. അപ്പം ഞാൻ അധികവും ഇതുപോലെ തന്നെയാണ് കേട്ടോ വെക്കാൻ വേണ്ടി നോക്കൽ. പിന്നെ ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമാണല്ലോ. ഡ്രസ്സ് വെച്ചത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. ഷോള് വെച്ചതൊന്നും അങ്ങനെ കേട് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്ത് നന്നാക്കണില്ല കേട്ടോ. ഈ ഒരു ഷോള് ഞാൻ ഷാപ്സ് ഹിജാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് നല്ല വീതിയും നീളമൊക്കെ ഉള്ള നല്ലൊരു ഷോളാണ്. ചില ഷോളൊക്കെ വാങ്ങിക്കുമ്പോൾ അത്രക്ക് നീളം കിട്ടൂലല്ലോ. ഇവരത് കുവൈത്തിൽ മാത്രമല്ല നാട്ടിലും ഓർഡർ ചെയ്താൽ കിട്ടുമെന്നാട്ടോ തോന്നുന്നത്. എന്തായാലും നല്ല നീളത്തിലുള്ള ഷോളൊക്കെ വേണമെന്നുള്ളതിൽ ഷാപ്സ് ഹിജാബ്സ് എന്നുള്ള ഇൻസ്റ്റാ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ. ഈ ഒരു ഷോള് പിന്നെ മോജ എന്നുള്ള ബ്രാൻഡാണ് കേട്ടോ. ഇതും നല്ലതാ. പിന്നെ ഇതാ ഐക്യന്ന് 2-3 ചെടിച്ചട്ടിയും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിനി കേട്ടോ. എൻ്റെ അടുത്ത് 2-3 ചെടിയുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചെടിച്ചട്ടി വാങ്ങിയത്. ആദ്യം ആ ഒരു ടേബിൾ മേൽ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. മണ്ണൊക്കെ ആവുകയാണെങ്കിൽ ആ ഒരു ഷീറ്റിലല്ലേ ആവുള്ളൂ. ചട്ടിയിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ചെടിയിലുള്ള കുറച്ച് മണ്ണും അങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചെടി കുഴിച്ചിടുന്നത്. ചെടികൾ നമ്മൾ എവിടെ വെച്ചാലും വെക്കണ ആ ഒരു സ്ഥലത്തിൻ്റെ ലുക്ക് അങ്ങോട്ട് മാറി കിട്ടും കേട്ടോ. പിന്നെ നല്ലൊരു പോസിറ്റിവിറ്റിയും കൂടെ ആണ്. വീട്ടിലിങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പം നല്ല രസമാണ്. ഇതുവരെ ഒറ്റ ഇൻഡോർ പ്ലാന്റും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഇൻഡോർ പ്ലാന്റെങ്കിലും വെച്ച് നോക്കിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പോസിറ്റിവിറ്റി. ഈ ഷീറ്റിൽ നന്നായിട്ട് മണ്ണായിട്ടുണ്ടായിനി. അപ്പോൾ ഈ ഷീറ്റ് മാറ്റിയിട്ട് വേറൊരു ഷീറ്റ് വിരിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം ഒഴിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇടയിലൊക്കെ വെള്ളം ഒഴിച്ചെടുത്താൽ മതി. പിന്നെ ഈ ചെടീൻ്റെ ഇലയിലൊക്കെ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ദിവസം കൂടുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്തിട്ട് അത് ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുത്താൽ മതി. അങ്ങനെ ചെടിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് തുടച്ചിട്ട് ആ ഒരു ചെടിച്ചട്ടിയൊക്കെ ഇങ്ങോട്ടേക്ക് വെക്കാം. ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഞാൻ ഇതിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് വെച്ചപ്പം തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ മൊത്തം ലുക്ക് മാറിയിട്ടോ. ഇപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് ഇട്ടുള്ളത് ചെടിക്കായിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതുപോലെ ഒരു സൈഡിൽ ചെടിയൊക്കെ ആവുമ്പോൾ കാണാൻ നല്ല രസമാണ്. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ.
ചെടീൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ക്ലീനിങ് ആണ്. നമ്മൾ എങ്ങനെ ഷീറ്റ് വിരിച്ചാലും താഴെ മണ്ണാവാതിരിക്കില്ലല്ലോ. അപ്പോൾ ടേബിളൊക്കെ ഒന്ന് തുടച്ച് പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.